കേരളത്തിന് ധർമാടിത്തറയിൽ എങ്ങനെ പരിവർത്തനമുണ്ടാക്കാനാകുമെന്നാണ് എഴുത്തച്ഛൻ തൻ്റെ കൃതികളിലൂടെ ശ്രമിച്ചതെന്ന് പ്രഭാഷകൻ പ്രബോധ് കുമാർ എസ്. അധ്യാത്മരാമായണം ഭാഷാപരമായ പരിവർത്തനം മാത്രമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് തപസ്യ സംഘടിപ്പിച്ച രാമായണ വിചാര സത്രത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ ശങ്കർ മഹാദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ സച്ചിദാനന്ദൻ, CS സത്യഭാമ, കൃഷ്ണകുമാർ വെട്ടിയാട്ടിൽ, MC രാജീവ് കുമാർ, വിഷ്ണു നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹം എഴുതിയിട്ടുള്ളത് അദ്ദേഹം ഒരു കാരണവശാലും ഒരു മതപരമായോ കാര്യങ്ങളോ ഒന്നും അല്ല എഴുതിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എഴുതിയാലും അതെല്ലാം ഹിന്ദു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെയാണ് മാത്രമേ അന്നത്തെ രചനകൾ നടക്കുകയുള്ളൂ. അന്നത്തെ രചനകൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലൊക്കെ രചനകൾ നടക്കുന്നത് ഭക്തിസാന്ദ്രമായ രചനകളാണ് നടക്കുക. കാരണം ഭക്തിസാന്ദ്രമായ രചനകൾ നടന്നാൽ ആളുകൾ വായിക്കും. അദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു. അതിനു മുമ്പ് എഴുതിയ 15-ാം നൂറ്റാണ്ടില് ചെറുശ്ശേരി ആണെങ്കിലും അതിനു മുമ്പുള്ളവരാണെങ്കിലും എല്ലാം തന്നെ എഴുതിയിട്ടുള്ളത് ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അന്ന് നടക്കുകയുള്ളൂ. പിന്നീടാണ് മറ്റുള്ള തരത്തിലുള്ള പല കലകൾ അല്ലെങ്കിൽ പല രസങ്ങൾ അതിലേക്ക് വന്നു ചേർന്നത്. ഭക്തി എന്നുള്ളത് ഒരു രസത്തിനോടൊപ്പം തന്നെ പലതരം രസങ്ങളുണ്ട്. അത്തരം രസങ്ങളൊക്കെ പിന്നീട് പലതും എഴുത്തിലൂടെ ആവാം എന്ന് മനസ്സിലാകുന്നത് വന്നത് പിന്നീടാണ്.